ഹായ് ഫ്രണ്ട്സ്, ഹലോ ടീച്ചർമാരെ, മാഷുമാരെ, എല്ലാവർക്കും സൈലം ടീച്ചിങ്ങിലേക്ക് സ്വാഗതം. HSA പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സോ HSA പരീക്ഷ നമുക്കറിയാം, HSA ഫിസിക്കൽ സയൻസ് ഒരുപാട് കാലത്തിന് ശേഷം വരുന്ന ഒരു എക്സാമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനി വളരെ മുമ്പാണ് ഈ എക്സാം നടന്നത്, അതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യാനില്ല. എങ്കിലും ഉള്ളത് വെച്ച് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസും മോഡൽ ക്വസ്റ്റ്യൻസും ഒക്കെ വെച്ച് നമ്മൾ നമ്മുടെ ആപ്പിലെ ക്ലാസ്സുകൾ അങ്ങനെ ഉഷാറായിട്ട് പോകുന്നുണ്ട്. അതുകൂടാതെ അല്ലാതെ ഇരുന്ന് പഠിക്കുന്നവരും എല്ലാവരുടെയും പഠനം നല്ല ഉഷാറായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് കരുതുന്നു. നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ 1-2 ക്വസ്റ്റ്യനും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുമാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ HSA എക്സാമിന് വന്ന ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. കെമിക്കൽ ട്വിൻസ് എന്നറിയപ്പെടുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണ്? കെമിക്കൽ ട്വിൻസ് എന്നറിയപ്പെടുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണ്? എന്നിട്ട് നമുക്ക് ചില പേയേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ. സിർക്കോണിയം ഹോഫ്നിയം, കോപ്പർ ക്രോമിയം, മോളിബ്ഡിനം ടങ്സ്റ്റൺ, മാംഗനീസ് ടെക്നീഷ്യം. ഇതിലാരെയാണ് കെമിക്കൽ ട്വിൻസ് എന്ന് വിളിക്കുന്നത്? അങ്ങനെ കെമിസ്ട്രിയിൽ ട്വിൻസ് ഉണ്ടോ? അങ്ങനെയുള്ള മൂലകങ്ങളെ എന്തുകൊണ്ടാണ് ഇവയെ കെമിക്കൽ ട്വിൻസ് എന്ന് വിളിക്കുന്നത്? ഈ കാര്യങ്ങളൊക്കെ കൂടി നമ്മളൊന്ന് പഠിച്ചു വെക്കണം അല്ലേ. ഇപ്പം നമ്മൾ എന്ത് ചെയ്യുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൻ നോക്കി അതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടി, പിന്നെ നമ്മൾ അത് അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയല്ല വേണ്ടേ. ഇനി വരുന്ന എക്സാമിന് നമുക്കതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ചോദ്യങ്ങളായിരിക്കും വരുന്നുണ്ടാവുക, അത്രയും കാര്യങ്ങളുകൂടി നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ആരാണ് കെമിക്കൽ ട്വിൻസ്? ഇതിൻ്റെ ഉത്തരം ഒരു പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. കെമിക്കൽ ട്വിൻസ് എന്നറിയപ്പെടുന്നത്, ഇവിടെ ഉത്തരം വരുന്നത് സിർക്കോണിയവും ഹോഫ്നിയവുമാണ്. സിർക്കോണിയവും ഹോഫ്നിയവും. ഇനി കെമിസ്ട്രി നന്നായിട്ട് പഠിച്ച ചിലവർക്കൊക്കെ ഇവിടെ വേറൊരു പേരിനുള്ള സാധ്യത കൂടി ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കെമിക്കൽ ട്വിൻസ് എന്ന് ഈ മൂലകങ്ങളെ വിളിക്കുന്നത്? ട്വിൻസ് എന്ന നമ്മളൊരു സാധനത്തിനെ എങ്ങനെയാ പറയുക? ഇവർക്ക് ഒരേ സൈസ്, ഒരേ കെമിക്കൽ പ്രോപ്പർട്ടീസ്, അതേപോലെ തന്നെ ഇപ്പോൾ വേറെ വേറെ പീരിയഡുകളിലൊക്കെ ആയെങ്കിൽ കൂടിയും പക്ഷേ ഒരേ കെമിക്കൽ പ്രോപ്പർട്ടീസും ഒരേ വലിപ്പവുമുള്ള മൂലകങ്ങളെ, ഇവരുടെ ഗണത്തിനെയാണ് നമ്മൾ കെമിക്കൽ ട്വിൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള മൂലകങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നത് ലാന്തനൈഡുകൾ തുടങ്ങുന്നിടത്താണ് നമ്മൾ ഈ കെമിക്കൽ ട്വിൻസിനെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആദ്യം ലാന്തനൈഡുകളുടെ ചില പ്രോപ്പർട്ടീസ് നമ്മളൊന്ന് ആദ്യം മനസ്സിലാക്കണം. ലാന്തനൈഡുകൾ എന്ന് പറഞ്ഞാൽ എന്താ? ലാന്തനൈഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ആവർത്തന പട്ടികയിലെ കെമിസ്ട്രി കുറച്ച് മുമ്പേ പഠിച്ച് നിർത്തിയവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ഓക്കെ, നമ്മുടെ 6ാമത്തെ പീരിയഡിലെ ലന്താനത്തിനു ശേഷം വരുന്ന 14 മൂലകങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലാന്തനൈഡുകൾ. സോ ലന്താനത്തിന് ശേഷമുള്ള 14 മൂലകങ്ങൾ, ആഫ്റ്റർ ലന്താനം. ഓക്കെ, അപ്പോൾ ലാന്തനൈഡുകളും ലാന്തനോയിഡുകളും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് നമുക്കൊരു പക്ഷേ തോന്നിയേക്കാം. ലാന്തനൈഡുകളും ലാന്തനോയിഡുകളും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ചില സമയം ഈ ഗ്രൂപ്പിൽ ലാന്തനോയിഡുകളും വന്ന് കയറിയിരിക്കും, ലന്താനവും വന്നിരിക്കും. നമ്മൾ ആരെയാണ് ഇപ്പോൾ ലാന്തനോയിഡുകൾ എന്ന് പഠിച്ചു വെച്ചിട്ടുള്ളത്? 6ാമത്തെ പീരിയഡിലെ 6ാമത്തെ പീരിയഡിലെ ലന്താനത്തിന് ശേഷമുള്ള 14 മൂലകങ്ങൾ, ഇവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലാന്തനോയിഡുകൾ. പേര് ശ്രദ്ധിക്കുക, ലാന്തനോയിഡുകൾ. ഈ നോ എന്ന് ഞാൻ കൂടുതൽ സ്ട്രെസ് ചെയ്ത് പറയണത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ലന്താനം കൂടെ വന്നാൽ അവരുടെ പേര് എന്തായി മാറും എന്നറിയോ? ലാന്തനൈഡുകൾ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ലാന്തനോയിഡുകൾ പ്ലസ് ലന്താനം. ചില സമയം ലന്താനവും ആ കൂട്ടത്തിൽ വന്നിരിക്കും. അപ്പോൾ അവരെത്ര എണ്ണമാവും? 15 എണ്ണം. ഇവരെ പറയുന്ന പേരാണ് ലാന്തനൈഡുകൾ.
ഓക്കെ, ആ വ്യത്യാസം മനസ്സിലായിണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ലാന്തനോയിഡുകളുടെ ചില പ്രത്യേകതകളാണ് ആദ്യം പറയാൻ പോകുന്നത്. ലാന്തനോയിഡുകൾ, എടോ, ഈ ലാന്തനോയിഡുകളുടെ അറ്റോമിക റേഡിയസ് പീരിയഡിൽ ചെറുതായി വരുന്നു. അപ്പോൾ ആവർത്തന പട്ടിക നോക്കുകയാണെങ്കിൽ ലാന്തനോയിഡുകളാണ് ഇവർ, അല്ലേ? ഇവിടെയുള്ള 14 ആളുകളാണ്, അവരെ ഇങ്ങോട്ട് മാറ്റി താമസിപ്പിച്ചതാണ്. ലന്താനം ഒഴികെ ഈ 14 ആളുകൾ. ഇവർക്കൊരു പ്രത്യേകത, ഇവർ ഇടത്തുനിന്ന് വലത്തോട്ട് പോകും തോറും ഇവരുടെ അറ്റോമിക റേഡിയസ് ചെറുതായി വരുന്നുണ്ട്. ഇതിന് പറയുന്ന പേര് ലാന്തനോയിഡ് കൺട്രാക്ഷൻ എന്നാണ്. ലാന്തനോയിഡ് കൺട്രാക്ഷൻ. ഇതുപോലെ തന്നെ ആക്ടിനോയിഡുകളുടെയും വലിപ്പം ചെറുതായി വരുന്നുണ്ട്. അതിനെ ആക്ടിനോയിഡ് കൺട്രാക്ഷൻ എന്ന് പറയും. അപ്പൊ ലാന്തനോയിഡ് കൺട്രാക്ഷനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഈ ലാന്തനോയിഡ് കൺട്രാക്ഷനുള്ള കാരണം എന്താണെന്നറിയോ? ഇവിടെ 4f ഓർബിറ്റലുകളുടെ കുറഞ്ഞ ഷീൽഡിംഗ് എഫക്റ്റ് ആണ്. ന്യൂക്ലിയസ് ഓരോ ഷെല്ലിലുള്ള ഇലക്ട്രോണുകളെയും ഇങ്ങനെ ആകർഷിക്കുന്നുണ്ട്. അപ്പോൾ ആകർഷിക്കുന്ന സമയത്ത് മുന്നിലുള്ള ഷെല്ലുകൾ ഇപ്പുറത്തുള്ള ഷെല്ലുകൾക്ക്, ഇലക്ട്രോണുകൾക്ക് ഒരു മറയായി നിൽക്കുന്നു. ഇതിനെയാണ് നമ്മൾ ഷീൽഡിംഗ് എഫക്റ്റ് എന്ന് പറയുക. എന്നാൽ ഈ എഫ് ഓർബിറ്റലിന് ഷീൽഡിംഗ് എഫക്റ്റ് കുറച്ച് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ന്യൂക്ലിയസിനെ ഡയറക്റ്റായിട്ട് ഇലക്ട്രോണിലേക്ക് എത്തും. മുന്നിലുള്ള ഒരാൾ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നില്ലെങ്കിൽ അപ്പുറത്തുള്ള ആളെ നമുക്ക് പിടിക്കാനാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്തേക്ക് വരും. അപ്പോൾ 4f ഓർബിറ്റലുകളുടെ ഷീൽഡിംഗ് എഫക്റ്റ് വളരെ കുറയുന്നത് കൊണ്ടാണ്, കുറഞ്ഞു വരുന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് വരുന്നത്, ഈ ലാന്തനോയിഡ് കൺട്രാക്ഷൻ എന്ന് പറയുന്ന കാര്യമുണ്ടാകുന്നത്. ഇനി ഈ ലാന്തനോയിഡ് കൺട്രാക്ഷൻ നമുക്കറിയാം, ആവർത്തന പട്ടികയിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും ഇവരുടെ വലിപ്പം കൂടി വരികയാണ്. എന്നാൽ ലാന്തനോയിഡുകൾ ഇവരുടെ വലിപ്പം ഇങ്ങോട്ട് പോകും തോറും ചെറുതായി വരുന്നത് കൊണ്ട് തൊട്ട് മുകളിലുള്ള ഗ്രൂപ്പുകളിലെ മൂലകങ്ങളുമായിട്ട് ഈ ലാന്തനോയിഡ് കൺട്രാക്ഷൻ കാരണം അതിനുശേഷമുള്ള മൂലകത്തിന് അതേ വലിപ്പം അല്ലെങ്കിൽ വളരെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. എന്താ കാരണം? ഇവിടെ ഇടക്കുള്ള ആളുകളുടെ വലിപ്പം ചെറുതായി വരികയായിരുന്നു. സോ അതിനുശേഷം വരുന്ന മൂലകങ്ങൾക്ക് വലിപ്പം കുറവാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ തൊട്ട് മുന്നിലുള്ള ഗ്രൂപ്പിലെ മൂലകങ്ങളുടെ അതേ വലിപ്പം വരുന്നു. ഇവിടെ നോക്കൂ, നമുക്ക് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഫലമായി 4D സീരീസിലെയും 5D സീരീസിലെയും മൂലകങ്ങൾക്ക് ഏകദേശം ഒരേ വലിപ്പമാണ്. അപ്പോൾ 4D സീരീസിലുള്ള ഇവർ ഡി ബ്ലോക്ക് മൂലകങ്ങളാണ്. ഇതിനിടയിൽ ഈ ലാന്തനോയിഡുകൾ വന്നത് കാരണം 4D സീരീസിലെയും 5D സീരീസിലെയും മൂലകങ്ങൾക്ക് ഏകദേശം ഒരേ വലിപ്പമാണ് വരുന്നത്. എക്സാമ്പിളായിട്ട് നമുക്കിവിടെ തന്നത് നോക്കിയേ. ഉദാഹരണം സിർക്കോണിയം അതിൻ്റെ വലിപ്പം 160 പൈക്കോമീറ്റർ ആണ്. സിർക്കോണിയം. വേറൊന്ന് നോക്കിയേ, ഹോഫ്നിയം, വലിപ്പം 150 പൈക്കോമീറ്റർ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ളവരെ നമുക്ക് എന്ത് വിളിക്കാം? ട്വിൻസ് എന്ന് വിളിക്കാം. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ കെമിക്കൽ ട്വിൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വേറെയും ആളുകളുണ്ട്. നിയോബിയം ടെൻറ്റാലം, മോളിബ്ഡിനം ടങ്സ്റ്റൺ, ടെക്നീഷ്യം റിനിയം. ഇവരെല്ലാവരും കെമിക്കൽ ട്വിൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ, അല്ലെങ്കിൽ ഇവർക്ക് ഏകദേശം ഒരേ വലിപ്പമാണുള്ളത്. എന്നാൽ ഇതിൽ സിർക്കോണിയത്തിനും ഹോഫ്നിയത്തിനുമാണ് വളരെയധികം സിമിലാരിറ്റി ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവരെ എന്ത് വിളിക്കുന്നു? സിർക്കോണിയത്തിനെയും ഹോഫ്നിയത്തിനെയും നമ്മൾ കെമിക്കൽ ട്വിൻസ് എന്ന് വിളിക്കുന്നു. കെമിക്കൽ ട്വിൻസ്. ഓക്കെ ആണ്. ഇനി 1-2 കാര്യങ്ങളുണ്ട്. നമ്മൾ ലാന്തനോയിഡുകളെയും ആക്ടിനോയിഡുകളെയും കുറിച്ച് പറഞ്ഞ കാര്യത്തിൽ 1-2 കാര്യങ്ങൾ കൂടി പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞു, ലാന്തനോയിഡുകളുടെ വലിപ്പം ചുരുങ്ങി വരുന്നു. അതുകൊണ്ട് തന്നെ ലാന്തനോയിഡ് കൺട്രാക്ഷൻ എന്നാണ് അതിന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരു കൺഫ്യൂസിങ് ഫാക്റ്റ് വരുന്നുണ്ട്, അതുകൂടി ഞാനൊന്ന് പറഞ്ഞുതരാം. അതായത് ലാന്തനോയിഡുകളുടെ വലിപ്പം കുറഞ്ഞു വരുന്നതിനെ നമ്മൾ എന്ത് വിളിച്ചു? ലാന്തനോയിഡ് കൺട്രാക്ഷൻ. ഇതുപോലെ തന്നെ ആക്ടിനോയിഡുകളുടെ വലിപ്പം ചുരുങ്ങി വരുന്നു. അതിനെ വിളിക്കുന്ന പേര് ആക്ടിനോയിഡ് കൺട്രാക്ഷൻ. ലാന്തനോയിഡ് കൺട്രാക്ഷൻ ആണോ ആക്ടിനോയിഡ് കൺട്രാക്ഷൻ ആണോ കൂടുതൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കൺട്രാക്ഷൻ കൂടുതൽ വരുന്നത് ആർക്കാണ്? ആക്ടിനോയിഡ് കൺട്രാക്ഷൻ ആണ്. ലാന്തനോയിഡ് കൺട്രാക്ഷനേക്കാളും എന്തു വരുന്നത്?
കൂടുതൽ വരുന്നത്. അപ്പോൾ കൺട്രാക്ഷൻ കൂടുതൽ വരുന്നത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആക്റ്റിനോയിഡുകൾക്ക് കൺട്രാക്ഷൻ കൂടുതൽ വരുന്നു എന്ന് പറയാം. ഓക്കെ. എന്നാൽ അതേസമയം അയോണീകരണ ഊർജം നമ്മൾ പറയുമ്പോൾ ലാന്തനോയിഡുകൾക്കാണ് അയോണീകരണ ഊർജം കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാന്തനോയിഡുകളെയും ആക്റ്റിനോയിഡുകൾക്കും രണ്ടുപേർക്കും കൺട്രാക്ഷൻ ഉണ്ട്. 4f ഓർബിറ്റലുകളുടെ കുറഞ്ഞ ഷീൽഡിംഗ് എഫക്റ്റ് ആണ് ഇതിന് കാരണമെന്നും പറഞ്ഞു. അപ്പോൾ ലാന്തനോയിഡ് കൺട്രാക്ഷനും ആക്റ്റിനോയിഡ് കൺട്രാക്ഷനും പറയുമ്പോൾ നമുക്കവിടെ ഒരു കൺഫ്യൂഷൻ ആണ് വരുന്നത് അല്ലേ. അതായത് ലാന്തനോയിഡ് കൺട്രാക്ഷനിൽ ഏറ്റവും കൂടുതൽ കൺട്രാക്ഷൻ ഇതിൽ വരുന്നത് ആർക്കാണ്? ആക്റ്റിനോയിഡുകൾക്കാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ അയോണീകരണ ഊർജ്ജം ആർക്കാണ് വരുന്നത്? ലാന്തനോയിഡുകൾക്കാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4f ഓർബിറ്റൽ ആക്റ്റിനോയിഡുകളിൽ 5f ഓർബിറ്റലും കഴിഞ്ഞ് അതിന് പുറമെയാണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഇലക്ട്രോണുകൾ പോകുവാൻ മച്ച് ഈസിയർ ആയിരിക്കും. ഓക്കെ. ഇപ്പോൾ നമ്മൾ വിചാരിക്കും അയോണീകരണ ഊർജ്ജം കൂടുതൽ വരേണ്ടത് ആക്റ്റിനോയിഡുകളിലല്ലേ, അവിടെയല്ലേ കൺട്രാക്ഷൻ കൂടുതൽ വരുന്നത് എന്ന് തോന്നിയേക്കാം. പക്ഷെ അങ്ങനല്ല. ലാന്തനോയിഡുകളിലാണ് അയോണീകരണ ഊർജ്ജം കൂടുതൽ വരുന്നത്. പക്ഷേ കൺട്രാക്ഷൻ കൂടുതൽ വരുന്നത് എവിടെയാണ്? ആക്റ്റിനോയിഡുകളിലാണ്. ഓക്കെ ആണ്. അപ്പോൾ ഇത് മാറിപ്പോവരുത്, ശരിക്കും പഠിക്കുക. ഇനി നമ്മൾ എപ്പോഴും ഒരുപാട് ചോദ്യങ്ങൾ പഠിക്കുക എന്നുള്ളതിനേക്കാൾ ഒരു കാര്യം നമ്മൾ പഠിക്കുമ്പോൾ അത് എത്രത്തോളം വൃത്തിയായി അതിന് ചുറ്റുമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുന്നു എന്നുള്ളതിൽ ശ്രദ്ധിക്കുക. കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് അതിനുള്ള എക്സ്പ്ലനേഷനുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.